ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ടോപ്പേഴ്സ് വേൾഡിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് അടിസ്ഥാന പാഠാവലി 7ാം ക്ലാസ്സിൻ്റെ ആണ് മലയാളം. അടിസ്ഥാന പാഠാവലി 7ാം ക്ലാസ് ആണ്. മാറി വന്ന പുതിയ പാഠപുസ്തകം അടിസ്ഥാനമാക്കിയുള്ള ക്ലാസ്സുകളാണ്. നമ്മൾ ഇന്ന് നോക്കുന്നത് യൂണിറ്റ് 1, ആദ്യ യൂണിറ്റ് ആണ്, കതിർചൂടും നാടിൻ പെരുമകൾ. അതിലെ 3ാമത്തെ ചാപ്റ്ററായ വിത്ത് എന്ന മഹാത്ഭുതം. വിത്ത് എന്ന മഹാത്ഭുതം എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ചോദ്യോത്തരങ്ങൾ ഇതെല്ലാം അടങ്ങിയ ക്ലാസ് ആണിത്. അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ മാത്രമല്ല എല്ലാ സബ്ജക്ട്സിൻ്റെയും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം വിത്ത് എന്ന മഹാത്ഭുതം. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് വിത്ത് എന്ന മഹാത്ഭുതം തുടങ്ങുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കോട്ടിങ്സ് ആണ്. അത്രമേൽ ക്ഷമയോടെ അതിലേറെ പ്രതീക്ഷയോടെ ഒരു വിത്ത് സൂര്യനിലേക്ക് നോക്കുന്നു. അപ്പം നമ്മൾ ഈ തന്നിരിക്കുന്ന ചിത്രം രാജ്യത്തെ പരമോന്നത പുരസ്കാരങ്ങളിലൊന്നായ പത്മശ്രീ നേടിയ ചെറുവയൽ രാമനാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു പാഠത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് പാഠം നിങ്ങൾ വായിക്കുക. പാഠം ഞാൻ വായിക്കുന്നില്ല. പാഠത്തിൻ്റെ വായനയുടെ ക്ലാസ് വേണ്ടവർ വായന എന്ന് പറഞ്ഞിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. വായനയുടെ വീഡിയോയുടെ ലിങ്ക് നമ്മൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ലിങ്ക് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വായന ഉൾപ്പെടുത്തിയിട്ടില്ല. നിങ്ങൾക്ക് വായനയുടെ ക്ലാസ് വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. ഇന്ന് നമ്മൾ വായിക്കാം അറിയാം പ്രവർത്തനങ്ങളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ വായിക്കാം അറിയാം പാഠഭാഗം വ്യക്തിഗതമായി വായിച്ച് പ്രധാന ആശയങ്ങൾ അവതരിപ്പിക്കൂ, എഴുതൂ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളും പരിഗണിക്കാം. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വായിക്കാം അറിയാമിൽ എഴുതേണ്ടത്. ചെറുവയൽ രാമൻ്റെ ആത്മകഥയാണ് നമുക്ക് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങളത് വായിച്ചു നോക്കുക. എന്നിട്ട് ചോദ്യോത്തരങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വിത്ത് ശേഖരണത്തിൻ്റെ കാര്യത്തിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം? ഉത്തരം 80% മൂപ്പെത്തുമ്പോഴാണ് വിളവെടുക്കേണ്ടത്. കൂടുതൽ മൂത്താൽ വിത്തിനേറെ ഗുണം കുറയും. വിത്തിൻ്റെന്നാണ് കേട്ടോ. വിത്തിന് മതി. ഓക്കെ, അധികം വിളഞ്ഞാൽ വിത്തിന് കൊള്ളില്ല എന്ന പഴഞ്ചൊല്ല് ചെറുവയൽ രാമൻ പറയുന്നുണ്ട്. വിത്ത് മൂക്കുന്ന സമയമാകുമ്പോൾ വയലിൽ പോയി ആരോഗ്യമുള്ള നെന്മണികൾ ഏതു ഭാഗത്താണ് വിളഞ്ഞിരിക്കുന്നതെന്ന് നോക്കും. അതാണ് വിത്തിനായി തിരഞ്ഞെടുക്കുക. അത് കൊണ്ടുവന്ന് കൊഴിച്ചെടുക്കും. 14 ദിവസം വെയിലത്തും മഞ്ഞത്തും ഇട്ട് നന്നായി കാറ്റും വെയിലും കൊള്ളിച്ച് ഉണക്കിയെടുക്കുന്നു. അങ്ങനെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കുന്നതാണ് നല്ല വിത്തുകളായി മാറുന്നത്. വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതികൾ എന്തെല്ലാം? ഉത്തരം വിത്തിനായി ധാന്യമണികൾ എടുക്കുന്ന രീതിക്കും പ്രാധാന്യമുണ്ട്. നെൽക്കതിരിൻ്റെ 2 അറ്റവും ഉപേക്ഷിച്ച ശേഷം നടുക്കുള്ള മണികൾ എടുക്കണം. പയറിൻ്റെ വിത്താണെങ്കിൽ പയറിൻ്റെ അങ്ങേ അറ്റവും ഇങ്ങേ അറ്റവും ഒഴിവാക്കി നടുക്കുള്ള മണികൾ മാത്രം എടുക്കും. അതുപോലെ ആദ്യം കായ്ക്കുന്നത് വിത്തിനായി എടുക്കരുത്, അവസാനം കായ്ക്കുന്നതും എടുക്കരുത്. കണ്ടോ, നമ്മൾ ഒരു ധാന്യമണി വിത്തിനായിട്ട് ധാന്യമണി എടുക്കണമെങ്കിൽ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത് കേട്ടോ. ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന ചിട്ടകളാണ്. നമ്മളപ്പോൾ ശേഖരിക്കുന്ന വിത്തുകൾ ഉണക്കി സൂക്ഷിക്കണം അല്ലേ? അതിന് ഒരു രീതിയുണ്ട്. അതെന്തെല്ലാമെന്നാണ്. ശേഖരിച്ച വിത്തുകൾ ഉണക്കുന്ന രീതിയിലും ചില ചിട്ടകളുണ്ട്. നെല്ലാണെങ്കിൽ മഞ്ഞും വെയിലും കൊള്ളിക്കും. ഇഞ്ചിയാണെങ്കിൽ പുകയത്ത് വെച്ച് ഉണക്കും. ഇങ്ങനെ ഉണക്കിയെടുത്ത വിത്തുകൾ മുള, ഈറ്റ കൊണ്ടുണ്ടാക്കിയ കുട്ടയിൽ സൂക്ഷിക്കും. ഇപ്പോൾ ഹൈബ്രിഡ് വിത്തുകളാണ് ഉള്ളത്. ഇവ കീടനാശിനിയിൽ മുക്കി ഉണക്കിയാണ് സൂക്ഷിക്കുന്നത്. അടുത്ത ചോദ്യം, ഞാറു നടുന്നതിൽ ഒരു കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്കു വഹിച്ചിട്ടുണ്ട്. എങ്ങനെയെല്ലാം? ഉത്തരം കൃഷിയുമായി ബന്ധപ്പെട്ട് കണക്കും ക്രമവും ഉണ്ടാക്കുന്നതിൽ വിദ്യാഭ്യാസം വലിയ പങ്കു വഹിച്ചിട്ടുണ്ട് എന്നാണ് ചെറുവയൽ രാമൻ പറയുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ അഭാവം മൂലം പണ്ട് കണക്കുകൾ കൃത്യമായിരുന്നില്ല. പിന്നീട് കർഷകൻ വിദ്യാഭ്യാസം നേടുകയും കണക്ക് കൂട്ടാൻ പഠിക്കുകയും ചെയ്തതോടെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയമായ അടിത്തറ കൊണ്ടുവരാൻ സാധിച്ചു. കർഷകരുടെ അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളുമാണ് ക്രമം വികസിപ്പിക്കുന്നതിലേക്ക് നയിച്ചത്. അടുത്ത ചോദ്യം, കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെ കൈമാറുന്ന അറിവുകൾ എന്തെല്ലാം?
കർഷകർ തമ്മിലുള്ള ആശയവിനിമയങ്ങളിലൂടെയാണ് വിത്ത് പാകുന്നതിനെക്കുറിച്ചും പറിച്ചു നടുന്നതിനെക്കുറിച്ചുമെല്ലാം കർഷകർക്ക് കൃത്യമായ അറിവുണ്ടായത്. വിത്ത് പാകി മുളച്ചു വരുമ്പോൾ മൂപ്പനുസരിച്ച് പറിച്ചു നടണം. 6 മാസം മൂപ്പുള്ള വിത്താണെങ്കിൽ 42 ദിവസത്തിനുള്ളിൽ ഞാറ് പറിച്ചു നടണം. ഇങ്ങനെ ഒരു കണക്കും ക്രമവും ഒക്കെ കൃത്യമായി ഉണ്ടായത് കർഷകർക്ക് വിദ്യാഭ്യാസം ലഭിച്ചതോടെയാണ്. കർഷകർ തമ്മിലുള്ള ആശയവിനിമയം നഷ്ടപ്പെടുന്നതാണ് ഈ കൃഷി നേരിടുന്ന വലിയ വെല്ലുവിളിയെന്ന് ചെറുവയൽ രാമൻ ഓർമ്മിപ്പിക്കുന്നു. അടുത്തത് വിശകലനക്കുറിപ്പാണ്. കർഷകരുടെ നീണ്ടകാലത്തെ പരിശ്രമങ്ങളും അനുഭവങ്ങളും ശാസ്ത്രീയ പഠനങ്ങളുമാണ് നമ്മുടെ നാടിൻ്റെ വിശപ്പകറ്റാൻ സഹായകമാകുന്നത്. പാഠഭാഗത്തു നിന്ന് കൂടുതൽ സന്ദർഭങ്ങൾ കണ്ടെത്തി ഈ പ്രസ്താവന വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കർഷകരുടെ അധ്വാനമാണ് സമൂഹത്തിന്റെ ആഹാരമായി മാറുന്നത്. ചെറുവയൽ രാമന്റെ വിത്തെന്ന മഹാത്ഭുതം എന്ന ആത്മകഥാഭാഗത്ത് വിത്തിന്റെ പ്രാധാന്യമാണ് എടുത്തു കാണിക്കുന്നത്. നല്ല വിത്തുകൾ മികച്ച വിളവ് നൽകും. പാരമ്പര്യ രീതിയിൽ വിത്തുകൾ ശേഖരിച്ച് കൃഷി മുന്നോട്ട് കൊണ്ടുപോയ കർഷകർ പിന്നീട് ശാസ്ത്രീയ രീതികൾ സ്വീകരിക്കാൻ തുടങ്ങി. വിദ്യാഭ്യാസം നേടിയപ്പോൾ കൃഷിയിൽ ഒരു ക്രമം ഉണ്ടാകുന്നു. ക്രമവും കണക്കും ഉണ്ടാകുന്നതിൽ വിദ്യാഭ്യാസം പ്രധാന പങ്ക് വഹിച്ചു. വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലത്ത് കണക്കുകൾ കൃത്യമായിരുന്നില്ല. വിദ്യാഭ്യാസം നേടുകയും കണക്കുകൾ കൂട്ടാൻ പഠിക്കുകയും ചെയ്തപ്പോൾ കർഷകർ പുതിയ വഴികൾ കണ്ടെത്തി. അങ്ങനെ കൃഷിക്ക് പ്രകൃതിയുടെ സഞ്ചാരത്തിനനുസരിച്ചുള്ള ശാസ്ത്രീയ അടിത്തറ കൊണ്ടുവരാൻ കഴിഞ്ഞു. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ടു വന്നതാണ് ഇതെല്ലാം. അന്വേഷണങ്ങളും നിരീക്ഷണങ്ങളും ഒരു ക്രമം ഉണ്ടാക്കാൻ സഹായിച്ചു. കർഷകർ തമ്മിലുള്ള ആശയവിനിമയം ഇതിന് കരുത്തു നൽകി. ഹരിത വിപ്ലവത്തിലൂടെ നാം മുന്നേറിയത് അങ്ങനെയാണ്. പാരമ്പര്യവും ശാസ്ത്രീയ രീതികളും കൈകോർത്തു പിടിച്ചു മുന്നേറിയത് കൊണ്ടാണ് പട്ടിണി ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ നമുക്ക് കഴിഞ്ഞത്. പഴയതു പലതും കൈവിടാതെ പുതിയ രീതികൾ ഉൾക്കൊള്ളണമെന്നാണ് ചെറുവയൽ രാമൻ ഓർമ്മിപ്പിക്കുന്നത്. ഇനി ചോദ്യാവലി തയ്യാറാക്കാം, അഭിമുഖം നടത്താം. നാട്ടിലെ കൃഷിരീതികളെക്കുറിച്ച് അറിയാൻ കൃഷിക്കാരുമായി അഭിമുഖം നടത്താനുള്ള ചോദ്യാവലി തയ്യാറാക്കി അഭിമുഖം നടത്തുക. അഭിമുഖത്തിന്റെ റിപ്പോർട്ടും വീഡിയോയും തയ്യാറാക്കണം. അപ്പം നമ്മൾ ചോദ്യാവലി തയ്യാറാക്കിയതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടും വീഡിയോയും നിങ്ങൾ തയ്യാറാക്കണം. ചോദ്യം നമ്മൾ ഇതിൽ തന്നിട്ടുണ്ട്. അങ്ങയുടെ കൃഷിരീതിയെക്കുറിച്ചും വളർത്തുന്ന വിളകളെക്കുറിച്ചോ പറയാമോ? ഏതൊക്കെ തരം വിളകൾ കൃഷിയിടത്തിൽ പരീക്ഷിച്ചിട്ടുണ്ട്? എത്ര കാലമായി കൃഷി ചെയ്യുന്നു? ആദ്യം ഈ തൊഴിലിലേക്ക് ആകർഷിച്ചത് എന്താണ്? ഏതൊക്കെ കൃഷിരീതികളാണ് ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ രീതികൾ തിരഞ്ഞെടുത്തത്? കൃഷിയിടത്തിലെ കീടങ്ങളെയും രോഗങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കാം? ജൈവ കൃഷിരീതി പിന്തുടരുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് വിളയ്ക്ക് ആവശ്യമായ കീടനിയന്ത്രണം, വളം എന്നിവ തിരഞ്ഞെടുക്കുന്നത്? അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചോദ്യാവലിയിൽ ഉൾപ്പെടുത്താവുന്നത്. സമ്മിശ്ര കൃഷിരീതി എത്രത്തോളം വിജയകരമായി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു? കൃഷിയിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? കാലാവസ്ഥയും കാലാവസ്ഥാ വ്യതിയാനവും കൃഷിരീതികളെ എങ്ങനെ ബാധിക്കുന്നു? ഇതൊക്കെ നിങ്ങൾക്ക് ചോദ്യത്തിൽ ഉൾപ്പെടുത്താം കേട്ടോ. പദചേരുവകൾ കണ്ടെത്താം. നോക്കൂ, എണ്ണിത്തിട്ടപ്പെടുത്തി എന്നുള്ളതിൽ എണ്ണിത്തിട്ടപ്പെടുത്തി എന്ന 2 വാക്കുകൾ കൂടിച്ചേർന്നതാണ് കൃത്യമായിരുന്നില്ല. കൃത്യം പ്ലസ് ആയിരുന്നില്ല എന്നാണ് പിരിച്ചെഴുതുമ്പോൾ. സമയം ആകുമ്പോൾ 2 വാക്കുകളാണല്ലേ. ചേർത്തെഴുതുമ്പോൾ ഈ പദങ്ങൾക്കുണ്ടാകുന്ന ഭാഷാപരമായ മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് എഴുതണം. ചേർത്തെഴുതിയ മറ്റു പദങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി അവയുടെ മാറ്റങ്ങൾ വ്യക്തമാക്കുക. ചേർത്തെഴുതുമ്പോൾ പദങ്ങൾക്ക് ഭാഷാപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. എണ്ണിത്തിട്ടപ്പെടുത്തി എന്നതിൽ എണ്ണി, തിട്ടപ്പെടുത്തി എന്നീ വാക്കുകൾ കൂട്ടിച്ചേർക്കുമ്പോൾ തീ ഇരട്ടിക്കുന്നത് കാണാം. കൃത്യമായിരുന്നില്ല എന്നതിൽ കൃത്യം, ആയിരുന്നില്ല എന്നീ പദങ്ങൾ ചേരുമ്പോൾ മാ കടന്നു വരുന്നു. സമയമാകുമ്പോൾ എന്ന പദത്തിൽ സമയം, ആകുമ്പോൾ എന്നീ പദങ്ങൾ ചേരുന്നു. അവിടെയും മാ തെളിഞ്ഞു വരുന്നു. ഇനി പ്രസംഗമാണ്. കൃഷിയാണ് മനുഷ്യന് ആഹാരം നൽകുന്നത്. അതോടൊപ്പം അത് ഒരു സംസ്കാരവുമാണ്. എന്നാൽ ഇന്ന് കേരളത്തിൽ നെൽകൃഷി കുറയുന്നു. കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ സമൂഹത്തിൽ എന്ന വിഷയത്തിൽ ആസ്പദമാക്കി പ്രസംഗം നടത്തുകയാണ്. നമുക്ക് പ്രസംഗം നോക്കാം. നമ്മളൊരു പ്രസംഗം എഴുതുമ്പോൾ ആദ്യം തന്നെ മാന്യ സദസ്സിന് നമസ്കാരം, വന്ദനം എന്തെങ്കിലും പറയുക.
കൃഷിയുടെ കണ്ടുപിടുത്തം മനുഷ്യവംശത്തിന്റെ പുരോഗതിയിലെ നിർണായക മുന്നേറ്റമായിരുന്നു. കൃഷിയിൽ നിന്നാണ് സംസ്കാരം വികസിച്ചു വന്നത്. മനുഷ്യന് ആഹാരം നൽകുന്നതിന് കൃഷി ആവശ്യമാണ്. ഇന്നത്തെ മാത്രമല്ല, നാളത്തെ സമൂഹത്തിലും കൃഷിക്ക് വലിയ പ്രാധാന്യമുണ്ട്. കൃഷിയിൽ നിന്നും മണ്ണിൽ നിന്നും പുതിയ തലമുറ അകന്നു പോകുന്ന കാലഘട്ടത്തിൽ എല്ലാവരും ചെറിയ രീതിയിലെങ്കിലും കൃഷി ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതുണ്ട്. സർക്കാർ തലത്തിലും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് രൂപീകരിക്കുന്ന കൂട്ടായ്മകൾ വഴിയും കൃഷിയെ അതിൻ്റെ പ്രാധാന്യത്തോടെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. നാടിൻ്റെ സാമ്പത്തിക അടിത്തറയുടെ നട്ടെല്ലാണ് കൃഷിയും കാർഷിക വ്യവസായവും. ജൈവവൈവിധ്യം നിലനിർത്തുകയും പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണവും കൃഷിയിലൂടെ സാധ്യമാകുന്നു. ഭക്ഷ്യോൽപാദനം മാത്രമല്ല, നല്ലൊരു ശതമാനം ആളുകൾക്കും ജീവനോപാധി കൂടിയാണ് കൃഷി. പാരമ്പര്യവും ആധുനികതയും കൈകോർത്തു പിടിച്ചു വേണം കൃഷി വികസിപ്പിക്കാൻ എന്നാണ് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച ചെറുവയൽ രാമൻ ഓർമ്മിപ്പിക്കുന്നത്. മണ്ണിന് ഇണങ്ങുന്ന കൃഷിരീതികളാണ് നാം സ്വീകരിക്കേണ്ടത്. രാസവളങ്ങളും കീടനാശിനികളും അമിതമായി ഉപയോഗിക്കുന്ന രീതി കൃഷിക്കും മനുഷ്യാരോഗ്യത്തിനും വിപത്ത് സൃഷ്ടിക്കുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. പരമ്പരാഗത വിത്തിനങ്ങളും കൃഷിരീതികളും ആധുനികമായ അറിവുകളുമായി ബന്ധിപ്പിച്ച് മുന്നേറ്റങ്ങൾ ഉണ്ടാകണം. കൃഷി ഇല്ലാതായാൽ സംസ്കാരവും ഇല്ലാതാകും എന്ന സത്യം നാം തിരിച്ചറിയണം. നന്ദി, നമസ്കാരം. അപ്പം ഇങ്ങനെയാണ് ഒരു പ്രസംഗം നിങ്ങൾ തയ്യാറാക്കേണ്ടത്. ഇനി ശാസ്ത്രീയത കണ്ടെത്താം കുറിപ്പ് തയ്യാറാക്കമാണ്. അധികം വിളഞ്ഞാൽ വിത്തിനാക എന്നൊരു പഴമൊഴി തന്നെയുണ്ട്. ഈ ചൊല്ലിൻ്റെ ശാസ്ത്രീയത അടുത്തുള്ള കൃഷി ഓഫീസറുമായി ചർച്ച ചെയ്യുക. കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയതയും എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ കുറിപ്പ് കാർഷിക വൃത്തിയിലെ പാരമ്പര്യ സങ്കല്പങ്ങളും ശാസ്ത്രീയതയും എന്ന വിഷയത്തിലാണ്. ഏറെ വിളഞ്ഞാൽ വിത്തിനാക എന്ന ചൊല്ലിൽ ഒരു കാർഷിക നിർദ്ദേശം ഒളിഞ്ഞു കിടപ്പുണ്ട്. വളരെ കാലത്തെ പ്രായോഗിക പരിചയത്തിൽ നിന്നും നമ്മുടെ കർഷകർ കണ്ടെത്തിയ ശാസ്ത്ര തത്വമാണത്. ഏത് കാർഷിക വിളയുടെ വിത്തായിരുന്നാലും അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. അത് നഷ്ടപ്പെടുന്നതിന് മുമ്പ് വിത്ത് ശേഖരിക്കണം എന്നതാണ് ആ തത്വം. വിത്താണെന്ന് കരുതി ക്രമത്തിലധികം ഉണങ്ങാൻ പാടില്ല. ഒട്ടും തന്നെ മൂപ്പ് കുറയുകയും ചെയ്യരുത്. അതായത് ആവശ്യത്തിലധികം വിളഞ്ഞു പോകരുതെന്ന് സാരം. വിത്തിനായി തിരഞ്ഞെടുക്കാൻ ഉദ്ദേശിക്കുന്ന വിള യഥാസമയം കൊയ്തെടുക്കണം. യഥാവിധി ഉണക്കണം. കലർപ്പില്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഭദ്രമായി സൂക്ഷിക്കണം. കൃഷി ഇറക്കുന്നതിനു മുമ്പ് വിത്ത് മുളച്ചു വരാനായി സുഷുപ്താവസ്ഥയിലിരിക്കുന്ന ഒരു ഇടവേളയുണ്ട്. ആ ഇടവേള കഴിഞ്ഞാലേ വിത്ത് മുളയ്ക്കൂ. വിത്ത് കൈകാര്യം ചെയ്യുമ്പോൾ അതിനുള്ളിൽ ജീവൻ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്ന കാര്യം മറക്കരുത്. അതുകൊണ്ടാണ് പണ്ട് മുതലേ നമ്മുടെ കർഷകർ കൊയ്തു മെതിച്ചു കിട്ടുന്ന എല്ലാ നെൽമണികളും വിത്തിനായി ഉപയോഗിക്കാത്തതും പറമ്പിൽ വീണ് കിട്ടുന്ന എല്ലാ നാളികേരവും പാകി മുളപ്പിച്ച് തെങ്ങിൻ തൈ ആക്കാത്തതും. നെൽവിത്താണെങ്കിൽ വിത്ത് ഉണക്കിക്കഴിഞ്ഞ് ഒരു നെൽമണി മുറിച്ചു നോക്കിയാൽ ഒരു സൂചിക്കുത്ത് 100 ബാക്കി ഉണ്ടാകണം. ഇതറിഞ്ഞ കൃഷിക്കാരാണ് സൂചി പരുവത്തിൽ വിത്ത് ഉണക്കണം എന്ന് പറഞ്ഞിരുന്നത്. വിത്ത് പാകം കണക്കാക്കി യഥാസമയം വിളവെടുക്കണമെന്ന സൂചനയോടൊപ്പം തന്നെ വിളവെടുപ്പിനു ശേഷം വിത്തുണക്കുമ്പോൾ അത് ക്രമത്തിലധികമാകരുതെന്ന നിർദ്ദേശവും ഈ ചൊല്ലിനുണ്ട്. ഒരുപാട് വർഷത്തെ കാർഷിക വൃത്തിയിലൂടെ പരിചയ സമ്പത്തിലൂടെ വളർത്തിയെടുത്ത കൃഷിയുമായി ബന്ധപ്പെട്ട പാരമ്പര്യ സങ്കല്പങ്ങളിൽ ശാസ്ത്രീയത ഉണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മളിതിൽ കൊടുത്തിരിക്കുന്നത്. ഇനി കുറിപ്പെഴുതാം പതിപ്പാക്കാം. നിങ്ങളുടെ വീട്ടിലെ സ്കൂളിലെ കൃഷി അനുഭവത്തെക്കുറിച്ച് കുറിപ്പെഴുതുക. കുറിപ്പുകളെല്ലാം ചേർത്ത് വെച്ച് ക്ലാസ് പതിപ്പ് തയ്യാറാക്കുക. അതിനെ ഡിജിറ്റൽ പതിപ്പാക്കി സ്കൂൾ ക്ലാസ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ളതാണ്. വിത്തുമേള. നമ്മുടെ നാട്ടിൽ പരമ്പരാഗതമായ വിത്തുകളും അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും ഉണ്ടല്ലോ. ഇവ ശേഖരിച്ച് നാട്ടിലുള്ള കർഷകരുടെ സഹായത്തോടെ വിത്തുമേള സംഘടിപ്പിക്കുക. ഇതും നിങ്ങൾക്ക് ചെയ്യാനുള്ള എക്സ്ട്രാ ആക്ടിവിറ്റി ആണ്. ഇത്രയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.